Hello friends, next section ആണ് non-deterministic finite acceptors. A non-deterministic finite acceptor or NFA is defined by the quintuple M equal to Q sigma delta Q naught F, where Q sigma Q naught F are defined as for deterministic finite acceptors, but delta from Q cross sigma union lambda to 2 raised to Q. ഇപ്പോൾ ഇവിടെ NFA ഓർ നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ആക്സെപ്റ്റേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിൻറ്റിപ്പിൾ M ഈക്വൽ ടു Q സിഗ്മ ഡെൽറ്റ Q നോട്ട് F ആണ്. ഇതിൽ Qവും സിഗ്മ Q നോട്ട് F ഒക്കെ DFAയിലെ പോലെ തന്നെ. Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ഇനീഷ്യൽ സ്റ്റേറ്റ്, സിഗ്മ ഇൻപുട്ട് ആൽഫബറ്റ്, സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ്സ്, Q നോട്ട് ഇനീഷ്യൽ സ്റ്റേറ്റും F സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റുമാണ്. ഡിഫറൻസ് വരുന്നത് ട്രാൻസിഷൻ ഫംഗ്ഷനിലാണ്. NFAയിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ Q ക്രോസ് സിഗ്മ യൂണിയൻ ലാംഡ ടു 2 റേസ് ടു Q ആണ്. ഇപ്പോൾ DFAയും NFAയും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ 3 ഡിഫറൻസ് ആണ് വരുന്നത്. ഫസ്റ്റത്തെ ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ഡിഫറൻസ് തന്നെയാണ്. നമ്മൾ DFAയിൽ ട്രാൻസിഷൻ ഫംഗ്ഷൻ ഡെൽറ്റ ഫ്രം Q ക്രോസ് സിഗ്മ ടു Q ആയിരുന്നു. അതായത് ഒരു സ്റ്റേറ്റിന് പർട്ടിക്കുലർ ആയിട്ടൊരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കുമ്പോൾ അവിടെ ഒരു നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവുന്നുള്ളൂ DFAയിൽ. പക്ഷേ NFAയിൽ അങ്ങനെയല്ല. NFAയിൽ മോർ ദാൻ വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവാം. ഒരു NFAയിൽ ഒരു സ്റ്റേറ്റിന് പർട്ടിക്കുലർ ആയിട്ടൊരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കുമ്പോൾ മോർ ദാൻ വൺ സ്റ്റേറ്റുകൾ ഉണ്ടാവാം. In a non-deterministic acceptor, the range of delta is in the power set 2 raised to Q, so that its value is not a single element of Q but a subset of it. This subset defines the set of all possible states that can be reached by the transition. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ Q1A ഈക്വൽ ടു Q നോട്ട് ടു Q2 ആണെങ്കിൽ then Q naught or Q2 would be the next state of the NFA. ഇപ്പോൾ ഇവിടെ Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് പർട്ടിക്കുലർ ആയിട്ട് A എന്ന് പറഞ്ഞ ഇൻപുട്ട് ആൽഫബറ്റ് കൊടുത്തപ്പോൾ 2 നെക്സ്റ്റ് സ്റ്റേറ്റുകളാണ് ഉണ്ടാകുന്നത്. ഒന്നല്ലെങ്കിൽ Q നോട്ട് ആയിരിക്കും അടുത്ത സ്റ്റേറ്റ്, അല്ലെങ്കിൽ Q2 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ മോർ ദാൻ വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് വരുമ്പോൾ അതൊക്കെ NFA ആയിരിക്കും. Next, also we allow lambda as the second argument of delta. This means that the NFA can make a transition without consuming an input symbol. അടുത്തത് NFAയിൽ ഒരു ഇൻപുട്ട് ആൽഫബറ്റും ഇല്ലാതെ തന്നെ ട്രാൻസിഷൻ നടക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കാതെ തന്നെ ഇവിടെ വേറെ സ്റ്റേറ്റിലേക്ക് മാറാനായിട്ട് പറ്റും. അതാണ് NFAയുടെ അടുത്ത ഡിഫറൻസ്. അത്തരത്തിലുള്ള ട്രാൻസിഷൻസിനെ നമ്മൾ ലാംഡ ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് ഇൻപുട്ട് സിമ്പിൾസ് ഇല്ലാതെ തന്നെ ചേഞ്ച് ചെയ്യും. അത്തരത്തിലുള്ള ട്രാൻസിഷനെ നമ്മൾ ലാംഡ ട്രാൻസിഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് in an NFA the set delta QIA may be empty, meaning that there is no transition defined for the specific situation. ഇപ്പോൾ അടുത്തത് NFAയിൽ എന്താ ട്രാൻസിഷൻസ് ഡിഫൈൻ ചെയ്യാതെയും ഇരിക്കാം. ദ സെറ്റ് QIA empty ആണെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ട്രാൻസിഷൻ ഇല്ല എന്നാണ്. Like DFAs, non-deterministic acceptors can be represented by the transition graph. The vertices are determined by Q while edge Qi Qj with label A is in the graph if and only if delta Qia contains Qj. Note that since A may be empty string, there can be some edges labeled lambda. ഇനി DFAയിലെ പോലെ തന്നെ NFAയിൽ നമുക്ക് ട്രാൻസിഷൻ ഗ്രാഫായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. Next, example 2.7. Consider the transition graph. It describes a NFA since there are 2 transitions labeled A out of Q naught. അപ്പോൾ തന്നിരിക്കുന്നത് NFA എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ Q നോട്ട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ A എന്ന് പറഞ്ഞ ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പോൾ 2 നെക്സ്റ്റ് സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന് Q1 വരുന്നുണ്ട്, അതുപോലെ Q4 വരുന്നുണ്ട്. അപ്പം അങ്ങനെ മോർ ദാൻ വൺ നെക്സ്റ്റ് സ്റ്റേറ്റ് വരുന്നത് കൊണ്ട് ഇത് NFA ആണെന്ന് നമുക്ക് പറയാം.
നെക്സ്റ്റ് എക്സാമ്പിൾ 2.8. ഇത് NFA ആവാൻ 3 റീസൺസാണ് ഉള്ളത്. ഫസ്റ്റത്തത് Q1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ 0 ഇൻപുട്ട് ആൽഫബറ്റ് കൊടുക്കുമ്പോൾ 2 നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ടാവുന്നുണ്ട്. Q2 എന്ന് പറഞ്ഞ സ്റ്റേറ്റും വരാം, അതുപോലെ Q0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്കും വരാം. അടുത്തത് ലാംഡ ട്രാൻസിഷനാണ്. Q0 നിന്ന് Q2ലേക്ക് ലാംഡ ട്രാൻസിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചില ട്രാൻസിഷൻസ് ഡിഫൈൻ അല്ല, എംപ്റ്റി ആണ്. ഇപ്പോൾ ഡെൽറ്റ Q2 0 എന്ന് പറയുന്ന ട്രാൻസിഷൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അപ്പോൾ എംപ്റ്റി ആണ്. അപ്പോൾ ആയതുകൊണ്ട് ഇതും ഒരു NFA ആണെന്ന് നമുക്ക് പറയാം. താങ്ക് യു.